ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് അറിയായിരിക്കും. എന്നിരുന്നാൽ കൂടി ഞാൻ പറയാണ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി, കെയില്, റാഡിഷ് എന്നിവയെ ഈ ഗ്രൂപ്പിൽപ്പെട്ട വെജിറ്റബിൾസിനെയാണ് നമ്മൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ നമ്പർ 1 ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള വെജിറ്റബിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്രൂസിഫറസ് വെജിറ്റബിൾ ആണ് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ സൾഫറഫിൻ എന്ന് പറയുന്ന പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായാലും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും വളരെ നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ നമ്മുടെ ലിവറിൽ ഗ്ലൂട്ടാതയോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ എൻവയോൺമെന്റൽ ടോക്സിൻസ് റിമൂവ് ചെയ്യാനായിട്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കും, പ്രത്യേകിച്ച് ബെൻസിനും എക്രിലിനും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്റ്റഡി നടന്നിരുന്നു ചൈനയിൽ. അപ്പോൾ ഈ ബ്രോക്കലി സ്പ്രൗട്ട് കുറച്ച് പൊല്യൂട്ടഡ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് ഇവർ ഫീഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ നോക്കിയപ്പോൾ അവരുടെ യൂറിനിൽ ഈ ബെൻസിനും എക്രിലിനും യൂറിൻ കൂടെ ഒത്തിരി എക്സസീവായിട്ട് പുറന്തള്ളുന്നത് കണ്ടെത്തി. അങ്ങനെ നമുക്ക് ഇത് എൻവയോൺമെന്റൽ ടോക്സിൻസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് വളരെ നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ നമുക്ക് LDL കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനായാലും നമ്മുടെ എൻഡോത്തീലിയൽ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ, എൻഡോത്തീലിയൽ ഫങ്ഷൻസ് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാനും നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അതിറോസ്ക്ലീറോസിസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഈ എൻഡോത്തീലിയൽ ഫങ്ഷൻസ് ഇംപ്രൂവ് ആവുന്നത് വഴി. പിന്നെ അടുത്തത് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, HbA1c ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിനായിട്ട് വരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കാണ്. അവരുടെ ഈസ്ട്രോജൻ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഇത് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഈ PCOD സ്ത്രീകളൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈസ്ട്രോജൻ മെറ്റബോളിസം അതുപോലെ എക്സസീവ് ഈസ്ട്രോജൻ ഒക്കെ ഉള്ളവർ ഇത് കഴിക്കുന്നത്, ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ്. എല്ലാ സ്ത്രീകളും കഴിക്കണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പലരും പറയുന്നത് തൈറോയ്ഡ് പേഷ്യൻസ് കഴിക്കാൻ പാടില്ല. അപ്പോൾ തൈറോയിഡ് വരുന്ന പേടിച്ചിട്ട് പലരും ഇത് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ? തൈറോയ്ഡ് പേഷ്യൻസിന് ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അവർ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്ത് കഴിക്കുക. നോർമലി നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് കഴിക്കുന്നത് പോലെ കഴിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എക്സസീവായിട്ട് അത് കഴിക്കാതിരുന്നാൽ മതി. പിന്നെ നോർമൽ ഒരു പേഴ്സണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കുന്നത് കൊണ്ട് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പിന്നെ നിങ്ങൾക്ക് തൈറോയ്ഡ് കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കുക്ക് ചെയ്ത് കഴിക്കാം. ഒരു 3 to 5 minutes കുക്ക് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അതിൽ ഗോയിട്രോജൻസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഈ ഗോയിട്രോജൻസ് ചിലപ്പോൾ അയഡിൻ ഇൻടേക്ക് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. അത് എക്സസീവായിട്ട് നമ്മുടെ ശരീരത്തിൽ വളരെയധികം എമൗണ്ടിൽ ചെന്നാൽ മാത്രമാണ് ഇത് ബ്ലോക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നോർമലി നമുക്ക് കുറച്ച് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം അത്രയ്ക്കും ഏറ്റവും നമ്പർ 1 വെജിറ്റബിൾ ആണ് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ്. അപ്പം എല്ലാവരും അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരും വരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.